ജബ ഡോഗീസിലേക്ക് സ്വാഗതം. മാഡ് മാക്സിന്റെ സ്പിൻ ഓഫ് ചിത്രമായിട്ടുള്ള ഫ്യൂരിയസിയുടെ ഡിജിറ്റൽ റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മാഡ് മാക്സിന്റെ തൊട്ട് മുന്നേയുള്ള പതിപ്പുകളൊക്കെ കാണണമെന്ന് വിചാരിച്ചത്. അങ്ങനെ 1979 ഇറങ്ങിയ മാഡ് മാക്സ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 1979 ജോർജ് മില്ലറും അതേപോലെ തന്നെ ബൈറോൺ കെന്നഡിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസി സിനിമയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് അവസ്ഥയ്ക്ക് ശേഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് മാഡ് മാക്സ് നമ്മളെ മുമ്പിലേക്ക് എത്തുന്നത്. ഇതുവരെ 4 ചിത്രങ്ങളാണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ 1979 തുടക്കം കുറിച്ച മാഡ് മാക്സ് എന്ന് പറഞ്ഞ സിനിമ, അതേപോലെ തന്നെ 1981 ഇറങ്ങിയ മാഡ് മാക്സ് 2 എന്ന് പറയുന്ന സിനിമ, 1985 പുറത്തിറങ്ങിയ മാഡ് മാക്സ് 3 അതായത് ബിയോണ്ട് ദ തണ്ടർടോം എന്ന് പറയുന്ന സിനിമ, പിന്നെ 2015 പുറത്തിറങ്ങിയ മാഡ് മാക്സ് ഫ്യൂരി റോഡും, പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു സ്പിൻ ഓഫ് ചിത്രമായിട്ടുള്ള ഫ്യൂരിയോസയും. ആദ്യത്തെ 3 മാഡ് മാക്സ് സീരീസുകളിൽ നായകനായിട്ട് എത്തിയത് മെൽ ഗിബ്സൺ ആയിരുന്നു എങ്കിൽ 2015 പുറത്തിറങ്ങിയ മാക്സ് എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രത്തിലെത്തിയത് ടോം ഹാർഡി ആയിരുന്നു. 1979 പുറത്തിറങ്ങിയ മാഡ് മാക്സിന്റെ കഥ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ആസ്ട്രേലിയയിലെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊള്ളയടിക്കുകയും അതേപോലെ തന്നെ ഗ്യാസലിനൊക്കെ മോഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു ബൈക്ക് സംഘത്തെ മാഡ് മാക്സ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ മാക്സ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരിടുന്നതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതിവൃത്തമായിട്ട് വന്നിട്ടുള്ളത്. അക്കാലത്ത് അത്തരം ഹൈവേകളെ ഭരിച്ചിരുന്നത് ഇത്തരം അക്രമാസക്തരായിട്ടുള്ള ബൈക്ക് സംഘങ്ങളായിരുന്നു. മാക്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഘട്ടത്തിൽ നിയമം പാലിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ ഒരു തലവനായിട്ടുള്ള നൈറ്റ് റൈഡറിനെ കൊല്ലേണ്ടി വരുന്നു. അങ്ങനെ ഈ ബൈക്ക് സംഘം മാക്സിനെതിരെ തിരിയുകയും മാക്സിനെയും കുടുംബത്തെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് മാക്സ് ഇവർക്കെതിരെ നടത്തി വരുന്ന പ്രതികാരമാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ട് ഒക്കെ പറയാനുള്ളത്. മാക്സ് പിന്നെ മാഡ് മാക്സ് ആകുന്നതാണ് ഈ സിനിമയുടെ ഒരു ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിനിമയിൽ നിരവധി ബൈക്ക് രംഗങ്ങൾ ഉൾപ്പെട്ടതിനാൽ ആക്ഷൻ രംഗങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ചേസ് രംഗങ്ങൾക്കാണ്. പക്ഷേ ഈ സിനിമയുടെ എഡിറ്റിംഗ് ഒരു മികച്ച നിലവാരം പുലർത്തുന്നതായിട്ട് തോന്നുന്നില്ല, ആ ഒരു കാലഘട്ടത്തെ കൂടി പരിഗണിച്ചാൽ പോലും. കാരണം ഒരു സീന് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സീൻ അത് കഴിഞ്ഞ സീനിന്റെ തുടർച്ചയാണോ എന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് ഈ എഡിറ്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണെന്ന് തോന്നുന്നു. മെൽ ഗിബ്സൺ ആണ് മാക്സ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനത്തെ 20 മിനിറ്റുകളിലൊക്കെയാണ് മാക്സ് മാഡ് മാക്സ് ആയിട്ട് മാറുന്നത്. അതുവരെ ഈ ഒരു കഥാപാത്രത്തിന് ഒരു ഇഴച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. ഈ സിനിമയിലെ ബൈക്ക് രംഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബൈക്ക് രംഗങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയവരൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയെ കുറിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ, ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജോർജ് മില്ലർ, അദ്ദേഹം ഒരു എമർജൻസി റൂം ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലത്തെ അദ്ദേഹം എമർജൻസി ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത ആ ഒരു കാലത്തെ അനുഭവങ്ങൾ, അതായത് ഈ ബൈക്ക് ആക്സിഡന്റിൽ കണ്ട രംഗങ്ങളൊക്കെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രേരണയായത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സിനിമയുടെ മേക്കിങ്ങിൽ, അതായത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഈ പറയുന്ന പ്രൊഫഷൻ തുടർന്ന് പോന്നിട്ടുണ്ട്. അതായത് ഈ സിനിമയുടെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണത് ചെയ്തത്. ഈ സിനിമയിലെ എക്സ്ട്രാ വർക്കുകൾക്ക് ശമ്പളമായിട്ട് കൊടുത്തിട്ടുള്ളത് ബിയർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു ലോ ബഡ്ജറ്റ് ചിത്രമായത് കൊണ്ടായിരിക്കണം ശമ്പളം ബിയറിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവുക. ഈ സിനിമയിലെ മോട്ടോർ സൈക്കിൾ അഭ്യാസം നടത്തിയ ആൾക്കാരൊക്കെ ശരിക്കും ആസ്ട്രേലിയയിലെ മോട്ടോർ സൈക്കിൾ ക്ലബിലെ അംഗങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവർ സ്വന്തം ബൈക്ക് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബൈക്കിൽ നടത്തുന്ന ആ ഒരു അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഒരു ഇല്ലീഗൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതോറിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് ഷൂട്ടിംഗ് ഈ സിനിമയുടേത് തീർക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ മെൽ ഗിബ്സൺ ഒരു ഡ്രാമ സ്റ്റുഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ സിനിമയിലെ മാക്സ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് ചെയ്യാൻ കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് $10,000 ആണ്. ഇതൊക്കെ തന്നെയാണ് മാഡ് മാക്സിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും മാഡ് മാക്സ് ഫ്യൂറി റോഡ് കണ്ടിട്ട്
ആ ഒരു ലെവലിലാണ് ഈ സിനിമ എന്ന് വിചാരിച്ചിട്ട് കാണരുത്. അത് വേറൊരു ലീഗാണ്, ഇത് വേറൊരു ലീഗാണ്. സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ 1979 മാഡ് മാക്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. അത് കമന്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ജബ്ബാർ ടോക്കീസിൽ വീണ്ടും കാണാം.